നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് പഴയ ലെഗ്ഗിങ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡു ഐറ്റമാണ്. ഇത് കോട്ടൺ ലെഗ്ഗിങ്സ് ആട്ടോ. അതായത് 100% കോട്ടൺ അല്ല, മിക്സാണ്. പ്യുവർ പോളിസ്റ്റർ ഇങ്ങനെ വലിയുന്ന ഒരു നൈലോൺ ഉണ്ട്, അതല്ലാതെ കേട്ടോ. അങ്ങനത്തെ 2 ലെഗ്ഗിങ്സാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമാർക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ലെഗ്ഗിങ്സ് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നീളത്തിൽ വെട്ടുന്നുണ്ട്. 2 ലെഗ്ഗിങ്സ് എടുക്കണമെന്ന് എടുത്തതാ പറഞ്ഞല്ലോ. ഇത് വെറുതെ നീളത്തിൽ വെട്ടി കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് ടേപ്പ് എടുത്തിട്ട് അളവെടുക്കാനോ ഒന്നിനും നിൽക്കണ്ട. ഇതുപോലെ വെറുതെ തലങ്ങും വിലങ്ങും വെട്ടുകയെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ വെറുതെ അങ്ങനെ വെട്ടിക്കൊടുക്കുക. അതിന് നീളം കൂടിക്കോട്ടെ നീളം കുറഞ്ഞോട്ടെ അതൊന്നും വിഷയമല്ല, ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. ഈ ലെഗ്ഗിങ്സിൻ്റെ ഇലാസ്റ്റിക് വരണ ഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം അങ്ങോട്ട് വെട്ടിക്കളയാം കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണത്തിൽ ഏകദേശം എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടിയിട്ട് വെട്ടിയതുകൊണ്ട് വേഗം പണി കഴിയും. ഇനി ഇതിൻ്റെ അറ്റത്ത് കൂടെ ഒന്നിങ്ങനെ വെട്ടിക്കൊടുക്കുക. ഇപ്പം എന്തായി, ധാരാളം വെട്ടി കഷ്ണങ്ങൾ പോലെ കുറേ കഷ്ണങ്ങൾ നമ്മുടെ മുമ്പിൽ കിട്ടി. ഇനിയിപ്പോൾ ലെഗ്ഗിങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തുണി എടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ലെഗ്ഗിങ്സ് ഇപ്പം ഞാൻ എടുത്തതെന്ന് മാത്രം. ഇനി നമുക്ക് വേണ്ടത് പഴയൊരു ചുരിദാർ. ഇത് നേരത്തെ വെട്ടി വെച്ചതിൻ്റെ ബാക്കിയാട്ടോ. ഇതുപോലെ പഴയൊരു ചുരിദാർ എടുക്കുക. ഒരു ചുരിദാറിൻ്റെ ഒരു ഭാഗം കേട്ടോ, ഒറ്റ ഭാഗമാണത്. അതിനെ 2ആയിട്ട് മടക്കി വീണ്ടും 2ആയിട്ട് മടക്കുക. അപ്പം നമുക്ക് ശരിക്കും 4 വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് 4 പീസ് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ആ വരച്ച് കൊടുത്ത ഭാഗത്തിൽ കൂടെ ഇതുപോലെ കത്തിരി കൊണ്ട് വെട്ടിക്കളയുക. ആ വരച്ച് കൊടുത്ത ഭാഗം മാത്രം മതി നമുക്ക്, ബാക്കി അങ്ങോട്ട് വെട്ടിക്കളയാം കേട്ടോ. കുറച്ച് കട്ടി ഉണ്ടായിരിക്കും, കാരണം 4 മടക്ക് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് കട്ടി ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കൈ കിട്ടുന്ന പീസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 2, 4. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ വെട്ടി വെച്ചതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് കണ്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് കണ്ടോ അറ്റം വരെയാണ് ഇതിൻ്റെ വലുപ്പം. നീളം എന്ന് പറഞ്ഞാൽ 2ആയിട്ട് മടക്കിയിട്ട് കേട്ടോ. ഇനി അത് ഓരോന്നായിട്ട് ഈ റൗണ്ടിൽ വെട്ടിയ തുണിയുടെ മുകളിൽ കൂടെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് ആ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിലേക്കാണത് വെക്കേണ്ടത്, പുറത്തേക്കല്ല, ഉള്ളിലേക്ക്. അടുപ്പിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിൽ കൈകൊണ്ട് തുന്നാം. കട്ടിയുള്ള നൂലും സൂചിയും കൊണ്ട് കൈകൊണ്ട് തുന്നാം, അല്ലെങ്കിൽ മെഷീനിൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചൂല തുണി, അതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ മെഷീനിൽ തുന്നാം. പറഞ്ഞല്ലോ, മെഷീനിൽ തുന്നാം, അല്ലെങ്കിൽ കൈ കൊണ്ട് സൂചി ഉപയോഗിച്ച് വലിയ സൂചി കൊണ്ട് തുന്നും ചെയ്യാം. ഇപ്പം ഞാൻ എന്തായാലും മെഷീനിൽ തയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തയ്ച്ചത് 2 റൗണ്ട് ഷേപ്പിൽ മുറിച്ചല്ലോ, അതിൻ്റെ 2 തുണി വെച്ചിട്ടാണ് ഞാൻ മെഷീനിൽ തയ്ച്ചത്. ഇനി ബാക്കി വരുന്ന 2 പീസും കൂടിയുണ്ട്. അതിലൊക്കെ ലൈനിങ് ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ഒന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ്. അതിന് ഞാൻ ഇപ്പുറത്ത് വലിയ സൂചി കൊണ്ട് തുന്നി പിടിപ്പിക്കണം. മെഷീനിൽ നമുക്ക് തുന്നാൻ വേണമെങ്കിൽ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തുന്നി വരുമ്പോഴേക്കും ഇത്തിരി പ്രയാസമാണ്. പതുക്കെ സമയം പോകും. അതിനേക്കാൾ എളുപ്പം നമുക്കത് കൈ കൊണ്ട് തുന്നിയിട്ട് വേഗം തീർക്കാൻ പറ്റും. നൂല് നല്ല കട്ടിയുള്ള നൂലായിരിക്കും കേട്ടോ. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ റാപ്പ് ചെയ്യുമ്പോൾ ഒരു കട്ടി വെളുത്ത നൂല് ഉപയോഗിക്കില്ലേ, ആ നൂലാണത്. മെഷീൻ നൂലൊന്നും അല്ല, എംബ്രോയ്ഡറി നൂലും അല്ല. അപ്പോൾ റാപ്പ് ചെയ്യണ നൂലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മുറുക്കി തയ്ക്കുക. നമ്മളെപ്പോഴും ബട്ടൺ ഹോൾ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, ബട്ടൺ ഹോൾ സ്റ്റിച്ചൊന്നുമല്ല കേട്ടോ. ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണം ഈ ഭാഗത്തേക്ക് ഇട്ടാൽ ഇവിടെ തന്നെ കുത്തിയിറക്കുക, എന്നിട്ട് അപ്പുറത്തേക്ക് ഇടുക. ഇങ്ങനെ തുന്നാനോ അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടാനൊന്നും അധികം സമയം പോകില്ല കേട്ടോ. ഏറി കഴിഞ്ഞൊരു 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്കിതൊക്കെ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഈ നൂലിനൊരു പ്രത്യേകത ഉണ്ട്, കട്ടി കൂടുക കാരണം പെട്ടെന്നത് എന്താ പറയുക, കെട്ട് പിണയും.
അപ്പോൾ കെട്ട് പണിയാതെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറുക്കി, പിന്നെ തുന്നുമ്പോൾ നല്ല വലിച്ചിടണം. ഓരോ സ്റ്റിച്ച് ഇടുമ്പോഴും നന്നായിട്ട് വലിക്കണം കേട്ടോ. എന്നിട്ട് മുറുക്കി കൊടുക്കുക, അത്ര വേണ്ടു. അത് ഏകദേശം കൈകൊണ്ട് തുന്നൽ കഴിഞ്ഞു. വലിച്ച് തുന്നാം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യാൻ തുന്നൽ പഠിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളാർക്കും, വീട്ടമ്മമാർക്കായാലും കുട്ടികൾക്കായാലും ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിവിടെ ഏകദേശം കഴിയാറായി. ഈ തയ്ച്ച് വന്നിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി തയ്ക്കാം. ഞാൻ എന്തായാലും ഒറ്റ തവണ തയ്ക്കണുള്ളൂ. അപ്പോൾ ഞാനൊരു 3/4 ഭാഗത്തോളം തയ്ച്ചെടുത്തിട്ടുണ്ട്. അതായത് ആ റൗണ്ട് തുണി 3/4 ഭാഗത്തോളം തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇതിനൊന്ന് മറിച്ചിടുക. അത് തയ്ച്ചിടത്തോളം ഇങ്ങനെ ഒന്ന് മറിച്ചിടുക മുഴുവനായിട്ടും. ഇപ്പോൾ നോക്കി നോക്കൂ, നമ്മൾ തയ്ച്ചതൊക്കെ ഉള്ളിൽ പോയി. ഇതാ കണ്ടോ, ഇവിടെയും നമ്മൾ തയ്ച്ചത് ഉള്ളിൽ പോയി. ഒരു ലേശം കൂടി തുന്നാനുള്ളൂ ബാക്കി. എന്നാലും നോക്കി നോക്കൂ, തയ്ച്ചതൊക്കെ ഉള്ളിൽ പോയി. ഇനി ആ ഒരു കുറച്ച് പോർഷൻ കൂടെ ഒന്ന് ജസ്റ്റ് തുന്നി കൊടുക്കുക. ഒന്ന് മടക്കിയിട്ട് തുന്നി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഹെമ്മിങ് ചെയ്യില്ലേ ഡ്രസ്സിലൊക്കെ, അതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. കഴുത്തിലൊക്കെ ചില ചുരിദാറിൻ്റെ അല്ലെങ്കിൽ സാരി ബ്ലൗസിൻ്റെ ഒക്കെ കഴുത്തിൽ അതുപോലെ കേട്ടോ. ശരി, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരൊറ്റ കാര്യം കൂടി ഇതിൽ ചെയ്യാനുള്ളൂ. അതിൻ്റെ നടു കണ്ടെത്തി ഇതുപോലൊരു അടയാളം വിട്ടിട്ട് കത്തിരി കൊണ്ട് ആ നടു അങ്ങോട്ട് വെട്ടിക്കളയാം. എന്നിട്ടൊരു ഹോളിടുക. ഓക്കെ, അങ്ങനെ അപ്പോൾ ഒരു ഹോളിടുക. ഹോളിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, വലിയ ഹോളൊന്നും ഇടരുത്. ജസ്റ്റ് ഒരു വിരൽ കടത്താവുന്ന വലിപ്പം മതി. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മോപ്പാണ്. ഇപ്പോൾ വീടിന് മുകളിലും താഴെയൊക്കെ ഉള്ളവർ, അപ്സ്റ്റെയർ ഒക്കെ ഉള്ളവർക്ക് 2-3 മോപ്പുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ വെട്ടിയിട്ട് നല്ല ഒതുക്കത്തിലൊരു മോപ്പ് ഉണ്ടാക്കുക. മനസ്സിലാവുണ്ടോ? ഇതുപോലെ ഇതൊക്കെ 2-3 മാസം ഒരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് കണ്ടോ, ഇതുപോലെ ഒരു PVC പൈപ്പാണ്. അതിൽ ഞാൻ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇതുണ്ടല്ലോ, തീയിൽ കാണിച്ചിട്ട് ഉണ്ടാക്കിയ ഹോളാണ്. അത്ര നല്ല വലുപ്പത്തിൽ. ഇനി ഈ PVC പൈപ്പ് ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് കടകളിൽ നിന്ന് നല്ല മോപ്പ് ഉണ്ടാക്കാനുള്ള സ്റ്റിക്ക് കിട്ടും. സ്റ്റിക്ക് മേടിച്ചാലും മതി. ഞാൻ സ്റ്റിക്ക് വാങ്ങാറുമുണ്ട്, പഴയ മോപ്പിൻ്റെ സ്റ്റിക്കിൽ വെക്കാറുമുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വീട്ടിൽ തന്നെ പഴയ മോപ്പിൻ്റെ സ്റ്റിക്കായിരുന്നു. ഇതിപ്പോൾ ഞാൻ അത് കേടുവന്നിട്ടില്ല. അപ്പോൾ ഞാൻ ശരി PVC പൈപ്പിൽ ഒരെണ്ണം ഉണ്ടാക്കുകയാണ് കേട്ടോ. PVC പൈപ്പിൽ ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചാണ് മുമ്പ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മോപ്പ് ഇടുന്നതിന് മുമ്പ് ചൂടിയോ അല്ലെങ്കിൽ പഴയ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അറ്റത്ത് വൃത്തിയായിട്ട് ചുറ്റുക. വേണമെങ്കിൽ ഈ ചുറ്റിയതിനെ പശ കൊണ്ട് ഒന്ന് ഉറപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചെയ്യണില്ല. പശ ഇല്ലെങ്കിലും അത് ഉറച്ചു നിന്നുള്ളൂ. കാരണം നമ്മൾ ഹോളിൽ കൂടെ നൂലെടുത്തിട്ടാണല്ലോ ചുറ്റിയിരിക്കണത്. മുറുക്കി കെട്ടിക്കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ പണി. അത് ആ പൈപ്പിൻ്റെ അറ്റം കൊണ്ട് ആ ഹോളിൽ കൂടെ ഇട്ടിട്ട് കണ്ടോ, മൂപ്പിനെ താഴത്തേക്ക് കൊണ്ടുവന്നു. ഇനി മൂപ്പ് താഴത്തേക്ക് ഇറങ്ങിപ്പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ആ പൈപ്പിൽ കയറുകൊണ്ട് കെട്ടിക്കൊടുത്തത്, ചൂടി കൊണ്ട് കെട്ടിക്കൊടുത്തത് കേട്ടോ. വളരെ സിമ്പിളല്ലേ. പൈപ്പിൻ്റെ അറ്റത്ത് നമ്മൾ എന്താ പറയുക, ചൂടി കൊണ്ട് ഒരു നല്ലൊരു കെട്ട് കെട്ടി. ഇനി അത് ആ കെട്ട് വിട്ടിട്ട്, അതായത് പൈപ്പിൽ നിന്ന് ലൂസായിട്ട് മോപ്പ് പുറത്തേക്ക് പോവില്ല. എപ്പോഴും വീട്ടമ്മമാർക്ക് വരുന്നൊരു ബുദ്ധിമുട്ട്, നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന മോപ്പൊക്കെ ഉണ്ടല്ലോ, ലൂസായിട്ട് അങ്ങോട്ട് ഓടിപ്പോവും. ഇതിങ്ങനൊരു കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൂസാവണ പ്രശ്നമേ വരണില്ല. അപ്പം നമ്മൾ മൊത്തത്തിൽ 2 കെട്ട് കെട്ടിയിട്ടുണ്ട്. അതായത് സ്റ്റിക്കിൽ ആദ്യം നമ്മൾ മുറുക്കിയിട്ടൊരു കെട്ട് കെട്ടി, പിന്നെ മോപ്പിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ഒരു കെട്ട് കെട്ടി. ഇത് വേണമെങ്കിൽ നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇതൊന്നും പശ വെച്ചിട്ട് ഒട്ടിക്കില്ല, കാരണം നമുക്ക് ഇത് ഊരിയിട്ട് വാഷ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കി നോക്കൂ. ഓക്കേ.